കൂടാതെ നിങ്ങൾ ബിടെക് അല്ലെങ്കിൽ ഡിപ്ലോമ പോലെയുള്ള ടെക്നിക്കൽ കോഴ്സുകൾ പഠിച്ച ഉദ്യോഗാർത്ഥികളാണെങ്കിൽ 2025 കേരള PSC നിങ്ങൾക്ക് നിരവധി അവസരങ്ങളുമായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഈ അവസരങ്ങളൊക്കെ ഈ വരുന്ന ജനുവരി 29 അവസാനിപ്പിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ കേരള PSC 2025 കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ടെക്നിക്കൽ നോട്ടിഫിക്കേഷനുകൾ ഏതൊക്കെയാണെന്നും അതിന്റെ യോഗ്യത എന്താണെന്നും ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ കഴിയുമെന്നും നമുക്ക് ഓടിച്ചിട്ടൊന്ന് നോക്കിക്കളയാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാണ്. അപ്പോൾ കേരള PSC ടെക്നിക്കൽ PSC നോട്ടിഫിക്കേഷൻ ആണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അത് ആദ്യം നമ്മൾ എടുക്കുന്നത് അസിസ്റ്റന്റ് എഞ്ചിനീയർ ലോക്കൽ സെൽഫ് ഗവൺമെന്റിലേക്കുള്ള അസിസ്റ്റന്റ് എഞ്ചിനീയർ ആണ്. ഇതിന്റെ കാറ്റഗറി നമ്പർ 573/2024 എന്നാണ്. നിങ്ങൾ ആദ്യമായിട്ട് PSC കാണുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുക, PSC രജിസ്റ്റർ ചെയ്യുക, ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തുക, പ്രൊഫൈലിൽ കയറി കഴിയുമ്പോൾ നിങ്ങൾക്ക് അവിടെ സ്റ്റേറ്റ് വൈസ് ഡിസ്ട്രിക്ട് വൈസ് അടക്കം നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ അതിൽ നിങ്ങൾ കാറ്റഗറി നമ്പർ നോക്കുക, ഈ നമ്പർ നോക്കിയിട്ട് നിങ്ങൾ യോഗ്യരാണെങ്കിൽ അപ്ലൈ ചെയ്യുക. ഓക്കെ. അപ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് അസിസ്റ്റന്റ് എഞ്ചിനീയർ ആൻഡ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ്. ഇവിടെ സാലറി നിങ്ങൾ നോക്കി 55,200 1,15,300 ആണ് സാലറി സ്കെയിൽ വരുന്നത്. 55,200 1,15,300 രൂപ അടിസ്ഥാന ശമ്പളം വരുന്ന ജോലിയാണ്. അപ്പൊ ഇതില് ആന്റിസിപ്പേറ്റഡ് വേക്കൻസി ആണ് നിലവിൽ PSC പറഞ്ഞിരിക്കുന്നത്. പ്രതീക്ഷിത ഒഴിവുകളാണ്. ഇവിടെ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത് ഡിഗ്രി ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ഓർ ഇക്വലന്റ് ആണ്. അപ്പൊ അതായത് നമുക്ക് സിവിൽ എഞ്ചിനീയറിംഗിൽ ഡിഗ്രി ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക്, ബിടെക് ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് എന്ത് ചെയ്യാം, ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ. അപ്പൊ നമുക്കറിയാം മികച്ചൊരു അവസരമാണ്. നിരവധി വിദ്യാർത്ഥികൾ സിവിൽ എഞ്ചിനീയർ യോഗ്യതയൊക്കെ ആയിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം മികച്ച ഒരു അവസരമായി കണ്ടുകൊണ്ട് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമുക്കറിയാം എപ്പോഴും PSCയുടെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18-36 വയസ്സാണ്. അപ്പോൾ അതിൽ തന്നെ 36 വയസ്സെന്ന് പറയുമ്പോൾ ഇത് ജനറൽ വിഭാഗത്തിൻ്റെതാണ്. OBC വിഭാഗമാണെങ്കിൽ 3 വർഷത്തെ വയസ്സുള്ളതുകൊണ്ട് 39 വയസ്സുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാം. നിങ്ങൾ ഇനി SC/ST കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് 5 വർഷത്തെ വയസ്സുള്ളതുകൊണ്ട് 41 വയസ്സുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ജനറൽ ആയിട്ടുള്ള എല്ലാ പോസ്റ്റിലേക്കും ഇതാണ് പ്രായപരിധി എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ അടുത്തിലേക്ക് പോവാണ്. അടുത്ത പോസ്റ്റ് എന്ന് പറയുന്നത് കാറ്റഗറി 584/2024 എന്നതിലുള്ള ഫസ്റ്റ് ഗ്രേഡ് ഡ്രാഫ്റ്റ്സ്മാൻ, ഫസ്റ്റ് ഗ്രേഡ് ഓവർസിയർ എന്ന് പറയുന്ന പോസ്റ്റാണ്. ഇത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ഒരു നോട്ടിഫിക്കേഷൻ ആണ് ഇതും. ഇവിടെ ശമ്പളം 31,100 66,800 രൂപയാണ് അടിസ്ഥാന ശമ്പളം നമുക്ക് ലഭ്യമാകുക. ഇനി ഇത് വേക്കൻസീസ് എത്രയാണ് പറഞ്ഞേക്കുന്നത്? ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ്. പ്രതീക്ഷിത ഒഴിവുകൾ തന്നെയാണ്. ഒരു ഇത്ര നമ്പർ ഒന്നും പറഞ്ഞിട്ടിട്ടില്ല. സോ ഇവിടെ നമ്മുടെ യോഗ്യത ഡിപ്ലോമ അല്ലെങ്കിൽ ബിടെക് ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ആണ്. നോക്കിയ സിവിൽ എഞ്ചിനീയറിംഗ് എത്ര അവസരമാണെന്ന് നോക്കിയപ്പോൾ ഡിപ്ലോമ അല്ലെങ്കിൽ ബിടെക് ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ആണ് ചോദിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഇക്വലന്റോ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, യോഗ്യത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന പോസ്റ്റിലേക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത മൂന്നാമത്തെ പോസ്റ്റിലേക്ക് പോട്ടെ. മൂന്നാമത്തെ പോസ്റ്റ് ഒന്ന് ഫസ്റ്റ് ഗ്രേഡ് ഡ്രാഫ്റ്റ്സ്മാൻ ആണ്, അല്ലെങ്കിൽ ഫസ്റ്റ് ഗ്രേഡ് ഓവർസിയർ ആണ്. ഇതും സിവിലാണ്. സിവിലുകാർക്ക് ഇങ്ങനെ അവസരങ്ങളാണ്. ഇത് പബ്ലിക് വർക്ക്സ് അല്ലെങ്കിൽ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ഈ പറയുന്ന പോസ്റ്റിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഇതിന്റെ കാറ്റഗറി നമ്പർ 579/2024 ആണ്. ശമ്പള സ്കെയിൽ നോക്കി 37,400 79,000 ആണ് അടിസ്ഥാന ശമ്പളമായി ലഭിക്കുക. ഇവിടെയും ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് തന്നെയാണ്. യോഗ്യതയായിട്ടുള്ളത് ഡിപ്ലോമ അല്ലെങ്കിൽ ബിടെക് ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ഓർ ഇക്വലന്റ്. വീണ്ടും ഒന്ന് ആലോചിച്ചേ, വീണ്ടും അവസരങ്ങളുടെ ഒരു പൂക്കാലം. ഓക്കെയാണ്. ഇനി അടുത്തിലേക്ക് പോട്ടെ. അടുത്തത് 720/2024 എന്ന കാറ്റഗറിയിലുള്ള ഒരു ലെക്ചർ ഇൻ ഗവൺമെന്റ് പോളി ഇലക്ട്രോണിക്സ് ഇതാണ് വന്നിരിക്കുന്നത്. ലെക്ചറാണ് വിളിച്ചിരിക്കുന്നത്. ഇത് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ഈ ലെക്ചർ എന്ന പോസ്റ്റിലേക്ക് വിളിച്ചിട്ടുണ്ടായിരിക്കുന്നത്. ഇവിടെ നമുക്കിവിടെ സ്കെയിൽ ഇവിടെ ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ്. അതുപോലെ തന്നെ നമുക്കിവിടെ ഇവരുടെ യൂണിവേഴ്സിറ്റിയുടെ തരത്തിലുള്ള UGCയുടെ ആ ഒരു അപ്രൂവ് ആയിട്ടുള്ള സ്കെയിൽ തന്നെയാണ് വരുന്നത്. അതുപോലെ ഫസ്റ്റ് ക്ലാസ് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ അപ്രോപ്രിയേറ്റ് ബ്രാഞ്ചസ് ഓഫ് എഞ്ചിനീയറിംഗ്, അതുപോലെ ടെക്നോളജി ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയാണ് ഇവിടെ യോഗ്യതയായിട്ട് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ടെക്നോളജിയിൽ ഫസ്റ്റ് ക്ലാസ്സോടുകൂടി ബാച്ചിലേഴ്സ് ഡിഗ്രി ഇതാണ് ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ് ഇവിടെ യോഗ്യതയായിട്ട് പറയുന്നത്. അപ്പോൾ ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി നമുക്ക് അടുത്തിലേക്ക് പോവാം. അടുത്തത് 721/2024 എന്ന കാറ്റഗറിയിലുള്ള അസിസ്റ്റന്റ് ടൗൺ പ്ലാനർ ആണ് അടുത്ത വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇതും നേരത്തെ പറഞ്ഞ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് അസിസ്റ്റന്റ് ടൗൺ പ്ലാനർ വന്നിരിക്കുന്നത്. സാലറി നോക്കിയേ 55,200 1,15,300 രൂപയാണ് അടിസ്ഥാന ശമ്പളം ലഭിക്കുക. ഇവിടെ വേക്കൻസി നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വേക്കൻസി 19 വേക്കൻസീസ് ആണ്. ഇത് ഇപ്പോൾ തന്നെ 19 വേക്കൻസീസ് ഉണ്ട് എന്നുള്ളതാണ്. ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നമുക്ക് ഡിഗ്രി ഇൻ പ്ലാനിങ് അല്ലെങ്കിൽ ടൗൺ അല്ലെങ്കിൽ എന്താണ് കൺട്രി പ്ലാനിങ്, അതുപോലെ റീജിയണൽ പ്ലാനിങ്, സിറ്റി പ്ലാനിങ്, അർബൻ പ്ലാനിങ് ഓർ ഇക്വലൻസ് ക്വാളിഫിക്കേഷൻ ആണ് ഒന്ന്. ഇനി അതല്ലെങ്കിൽ ഡിഗ്രി ഇൻ സിവിൽ എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, ഫിസിക്കൽ പ്ലാനിങ്. അപ്പോൾ ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് മതി. ഇതിലേതെങ്കിലും ഒന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെയാണ്. അപ്പോൾ നല്ലൊരു മികച്ചൊരു അവസരമായിട്ട് ഇതിനെ കാണുക.
ഇനി അടുത്ത് വരുന്നത് 595/2024 എന്ന കാറ്റഗറിയിൽ വന്നിട്ടുള്ള അസിസ്റ്റന്റ് എഞ്ചിനീയർ കേരള അഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്കാണ് അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്ന് പറയുന്ന ഈ പോസ്റ്റിലേക്ക് നിലവിൽ PSC വിളിച്ചിരിക്കുന്നത്. 11,070, 18,450 ആണ് അടിസ്ഥാന ശമ്പളമായി വരിക. നിലവിൽ വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 2 വേക്കൻസീസ് ആണ്. ഇവിടെ ഡിഗ്രി ഇൻ മെക്കാനിക്കൽ അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് എന്നതാണ് നമ്മുടെ ക്വാളിഫിക്കേഷൻ ആയിട്ട് വരിക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ക്വാളിഫൈഡ് ആണെങ്കിൽ നിങ്ങൾ ഇത് ജസ്റ്റ് എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്തിട്ട് നോക്കുക. ഓക്കെ, അടുത്ത് വരുന്നത് 578/2024 ആണ്. ഓക്കെ, യെസ്, ഇവിടെ എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് ഓവർസീർ ഗ്രേഡ് 1 ആണ് ഇവിടെ വന്നിരിക്കുന്നത്. എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് ആൻഡ് ഓവർസീർ ഗ്രേഡ് 1 ആണ് നമ്മുടെ പോസ്റ്റ്. ഇത് ഇലക്ട്രോണിക്സിൽ വിഭാഗത്തിലേക്കാണ്. 37,400, 79,000 രൂപയാണ് അടിസ്ഥാന ശമ്പളമായി വരിക. ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് തന്നെയാണ്. ഇവിടെ എന്താണ് വിദ്യാഭ്യാസ യോഗ്യത? ഡിപ്ലോമ ഇൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഓർ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, വയർലെസ്, അതുപോലെ തന്നെ ടെലഗ്രാഫ് ഓർ റേഡിയോ എഞ്ചിനീയറിംഗ് ആസ് എ പാർട്ട് ഓഫ് കോഴ്സ്. ഇത് നമ്മൾ കോഴ്സിന്റെ ഭാഗമായിട്ട് ഇത് പഠിച്ചിട്ടുണ്ടായിരിക്കണം എന്ന കാര്യം കൂടി അവിടെ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഡിപ്ലോമ ഇൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഓർ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ് ഇവിടെ നമ്മുടെ യോഗ്യതയായി വരിക. ഓക്കെ ആണ്. അടുത്ത പോസ്റ്റ് 591/2024 എന്ന കാറ്റഗറിയിൽ വരുന്ന ഓപ്പറേറ്റർ ഗ്രേഡ് 3 ആണ് അടുത്തൊരു പോസ്റ്റ്. ഇത് അപ്പെക്സ് സൊസൈറ്റീസ് ഓഫ് കോപ്പറേറ്റീവ് സെക്ടർ ഇൻ കേരളയാണ് ഇതിന്റെ നമ്മുടെ ജോലി ചെയ്യേണ്ട നിങ്ങളുടെ സ്ഥാപനം എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ ശമ്പളം 17,000 to 37,500 ആണ് നമ്മുടെ അടിസ്ഥാന ശമ്പളമായി വരിക. ഇവിടെ തന്നെ വേക്കൻസീസ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 2 എണ്ണമാണ്. ചിലപ്പോൾ അതിൽ കൂടാം. ഇപ്പൊ നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ 2 ഒഴിവ് ഇപ്പൊ തന്നെ കിടപ്പുണ്ട്. ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത് 1 പാസ് ഇൻ SSLC, 10ാം ക്ലാസ് പാസ്സായിരിക്കണം. രണ്ടാമത്തെ ITIയിൽ NDC, NAC ഇൻ ഫിറ്റർ, അതേപോലെ തന്നെ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ട്രേഡ്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്നിന് എന്ത് ചെയ്യണം? ITI വേണം. അപ്പൊ SSLCയും ITI ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ ആണ് കൂട്ടുകാരെ. ഇനി അടുത്ത് വരുന്നത് 594/2024 എന്ന കാറ്റഗറിയിലുള്ള ഇലക്ട്രീഷ്യൻ കം മെക്കാനിക് എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ആണ്. ഡിപ്പാർട്ട്മെന്റ് കേരള സ്റ്റേറ്റ് പോൾട്രി ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്കാണ് നമ്മുടെ ഈ പറയുന്ന ഇലക്ട്രീഷ്യൻ കം മെക്കാനിക് എന്ന് പറയുന്ന പോസ്റ്റ് വന്നിരിക്കുന്നത്. സാലറി സ്കെയിൽ 11,620, 20,240 ആണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഇപ്പൊ തന്നെ ഒരു വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ക്വാളിഫിക്കേഷൻ വരുന്നത് 1 നമ്മുടെ SSLC ആണ്. രണ്ടാമത്തെ NDC ഇൻ ഇലക്ട്രീഷ്യൻ ആൻഡ് വയർമാൻ, അതുപോലെ വയർമാൻസ് ലൈസൻസ് ഒബ്റ്റൈൻഡ് ഫ്രം ദ ഇലക്ട്രിസിറ്റി ലൈസൻസിങ് ബോർഡ്. ഇലക്ട്രിസിറ്റി ലൈസൻസിങ് ബോർഡിൽ നിന്ന് വയർമാൻസ് ലൈസൻസും കൂടി ഉണ്ടായിരിക്കണം, നമുക്ക് നേരിട്ടുണ്ടായിരിക്കണം. അത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ ആണ്. ഇനി അടുത്ത് വരുന്നത് 734/2024 എന്ന കാറ്റഗറിയിലുള്ള സെക്കൻഡ് ഗ്രേഡ് ഡ്രാഫ്റ്റ്സ്മാൻ, സെക്കൻഡ് ഗ്രേഡ് ഓവർസീർ എന്ന പോസ്റ്റിലേക്കാണ് അടുത്തൊരു പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ. ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് തന്നെയാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഇവിടെ സാലറി സ്കെയിൽ 26,500, 60,700 ആണ്. വേക്കൻസീസ് ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഓവർസീസ് ഡ്രാഫ്റ്റ്സ്മാന്റെ ആ ഒരു യോഗ്യത ഉണ്ടല്ലോ, അത് തന്നെയാണ് ഇവിടെയും യോഗ്യതയായിട്ട് വരിക. അതന്നെ അവിടെ യോഗ്യത വരുന്നുണ്ട്. ക്വാളിഫിക്കേഷൻ ഒന്നാമത്തത് SSLC, ഒന്നെന്താണ് SSLC ഓർ ഇക്വലന്റ് ആണ് ഒന്നാമത്തത്. രണ്ടാമത്തത് മസ്റ്റ് പോസ്റ്റ് എനിവൺ ഓഫ് ദ ഫോളോയിങ്, അതായത് ഈ പറയുന്ന 2 എണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം കിട്ടിയാൽ, ഒന്ന് SSLC വേണം ബേസിക് ആയിട്ട്. രണ്ടാമത് കേരള ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ് എക്സാമിനേഷൻ 2 വർഷത്തെ, സിവിൽ എഞ്ചിനീയറിംഗിനുള്ള 2 വർഷത്തെ കേരള ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. അതുപോലെ ഡിപ്ലോമ ഇൻ ഡ്രാഫ്റ്റ്സ്മാൻ ട്രേഡ് ഓർ സിവിൽ എഞ്ചിനീയറിംഗ് 2 വർഷത്തെ കോഴ്സ്, 2 ഇയേഴ്സിന്റെ ഇതുണ്ടായിരിക്കണം. 2 വർഷം കൊണ്ട് പഠിച്ച കോഴ്സ് പഠിച്ചിട്ടുണ്ടായിരിക്കണം. അപ്പൊ ഇത് രണ്ടും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ താഴെ പറഞ്ഞ 2 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്നും, പിന്നെ SSLC ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി അടുത്തിലേക്ക് പോവാണ്. ഓക്കെ, അപ്പൊ ഇതാണ് പ്രധാനമായിട്ടും. ഇതിന് കൂടാതെ ധാരാളം നോട്ടിഫിക്കേഷൻ ഉണ്ട്. പ്രധാനമായിട്ടുള്ള ജനറൽ നോട്ടിഫിക്കേഷനുകൾ ഈ പറഞ്ഞവയൊക്കെയാണ്. സോ ഇതിന്റെ ഒക്കെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഈ വരുന്ന 29-ാം തീയതി അർദ്ധരാത്രി 11:59 വരെയാണ്. 29-ാം തീയതി രാത്രി 11:59 വരെ നിങ്ങൾക്ക് ഈ പോസ്റ്റിലേക്കൊക്കെ അപ്ലൈ ചെയ്യാം. അപ്പൊ ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ യോഗ്യരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി അപ്ലൈ ചെയ്താൽ മാത്രം മതിയോ? അല്ല, കഴിഞ്ഞ ധാരാളം വർഷങ്ങളായിട്ട് ടെക്നിക്കൽ പരീക്ഷകളിൽ 1ാം റാങ്കും 10ാം റാങ്കും ആദ്യ 10-നകത്ത് നിരവധി റാങ്കുകളുമായിട്ട് എൻട്രി നിങ്ങളുടെ മുമ്പിൽ തന്നെ ഇവിടെ തെളിവുകളുമായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മാക്സിമം എൻട്രിയെ വെച്ചുകൊണ്ട് പഠിക്കാൻ ശ്രമിക്കാം. അത്രത്തോളം നല്ല കണ്ടന്റുകൾ, കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകരൊക്കെ അണിനിരക്കുന്ന, ഏറ്റവും കൂടുതൽ മോക്ക് എക്സാമുകളൊക്കെ നടത്തുന്ന നമ്മുടെ ഒരു സ്റ്റഡി പ്ലാനിലൂടെയാണ് എൻട്രിയുടെ സ്റ്റഡി പ്ലാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം പ്രയോജനപ്പെടുത്തുക. എൻട്രിയിൽ ഗോൾഡ് ബാച്ചസ് ഉണ്ട്. നിങ്ങൾക്ക് മെന്റർഷിപ്പ് വേണമെങ്കിൽ അത് വെച്ചിട്ട് ബാച്ചുകളുണ്ട്, ഗോൾഡ് ബാച്ചസ് ഉണ്ട്.
LSTD AE+ ഓവർസിയർ ഗ്രേഡ് 1ന്റെ കോഴ്സ് ഉണ്ട്, ഓവർസിയർ ഗ്രേഡ് 1 കോഴ്സുകളുണ്ട്, ലെക്ചർ ഇൻ പോളി നമ്മൾ നേരത്തെ പറഞ്ഞ ഇലക്ട്രോണിക്സ് ലെക്ചർ ഇൻ പോളി കോഴ്സ് ഉണ്ട്. അതുപോലെ സ്പാർക്ക് എന്ന് പറയുന്ന അൾട്ടിമേറ്റഡ് ബാച്ച് ഫോർ ഇലക്ട്രിക്കൽ എഞ്ചിനീയർമാർക്ക് മാത്രമായിട്ട് എല്ലാ പരീക്ഷകൾക്കും വേണ്ടി സ്പാർക്ക് എന്ന് പറയുന്ന ഒരു കോഴ്സ് ഉണ്ട്. അതുകൂടാതെ ടോർക്ക് എന്ന് പറയുന്ന യൂണിക് ബാച്ചസ് ഫോർ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് എന്തെല്ലാം പോസ്റ്റുകളുണ്ട് അതിന് വേണ്ടിയിട്ട് എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു ബാച്ച് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും മാക്സിമം പ്രയോജനപ്പെടുത്തുക, നന്നായിട്ട് പഠിക്കുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. എൻട്രിക്ക് ടെക്നിക്കൽ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ തന്നെ ഉണ്ട്. അതിൽ ടെക്നിക്കലുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളും ഫ്രീ ക്ലാസ്സുകളും ഒക്കെ നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതാണ്. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകൾക്കും അത്തരത്തിലുള്ള ഫ്രീ ക്ലാസ്സുകൾക്കുമായിട്ട് എൻട്രിയുടെ ടെക്നിക്കൽ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.